ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ സിനിമയ്ക്ക് പോകുന്നുണ്ടാവുക. പോയി കഴിഞ്ഞാൽ അത് ആ സിനിമ പൊട്ടണം, ആ സിനിമ തോക്കണം, ആ സിനിമ മോശമാവണം എന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു സിനിമയ്ക്കും പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിനിമ ആ ഒരു 2-2.5 മണിക്കൂർ നേരം നമ്മൾ പോയി എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. നല്ലൊരു സിനിമ പ്രേമിയാണെങ്കിൽ, സിനിമ ഭ്രാന്തനാണെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നത് ആരുടെ സിനിമയാണെങ്കിലും അതൊന്ന് എൻജോയ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ഞാനിത് പ്രത്യേകം ഇവിടെ പറയാൻ കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമകൾ ചില സമയത്ത് ഫ്ലോപ്പ് ആവാറുണ്ട്. അല്ലെങ്കിൽ വളരെ മോശമായിരിക്കും എന്ന് വിചാരിച്ച സിനിമകൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകളും ആകാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കും. കാരണം നമ്മൾ കണ്ട ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ മറ്റവരുടെ പ്രൊമോഷൻ വർക്കുകളോ ഒന്നും പോലെ ആയിരിക്കില്ല സ്ക്രീനിൽ കാണുന്ന 2-2.5 മണിക്കൂർ നേരം എന്ന് പറയുന്നത്. അവിടെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്ത് നിർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയിലുള്ള എന്റെ പേഴ്സണൽ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ കോട്ടും സൂട്ടും ഇട്ട് വരുന്ന ലാലേട്ടനേക്കാൾ ഭയക്കണം മുണ്ടും ഷർട്ടും എടുത്ത് തരുന്ന മോഹൻലാലിനെ എന്ന രീതിയിൽ എല്ലാവരും പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 എന്ന് പറഞ്ഞ സിനിമയിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും സുരേഷ് ഗോപി ആണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ ദിലീപ് ഏട്ടനാണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിൽ ആ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ചുവന്ന ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് വരുന്ന അവിടെ കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഓറ എന്ന് പറയുന്നത് എന്താണ്? ആ സമയത്ത് ലാലേട്ടൻ പറയുന്നത് അത്തരം ഡ്രസ്സുകൾ ഇട്ട് അത്തരം മറ്റേറിൽ വന്നിട്ട് പറയുന്ന ഡയലോഗുകൾക്ക്, അത് എന്ത് തരം ഡയലോഗാണെങ്കിലും അതുണ്ടാവുന്ന ഒരു പഞ്ചും പവറും വേറെ തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് മലയാളികൾ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന്റെ കൂട്ടത്തിൽ മീശയും കൂടെ പിരിച്ചാൽ പറയും വേണ്ട. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ വേഷത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അതും ലാലേട്ടൻ ഒരു സാധാരണക്കാരനായിട്ട് വരിക, ഒരു മിഡിൽ ക്ലാസ് മനുഷ്യനായിട്ട് വരിക എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ തരുൺ മൂർത്തി പറഞ്ഞ പോലെ ഇതൊരു ദൃശ്യം സിനിമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ട്രെൻഡിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയല്ല. അത് നമ്മൾ ട്രെൻഡ് സെറ്റർ ആവുക എന്നുള്ളതാണല്ലോ കാര്യം എന്നുള്ള രീതിയിൽ പറയുകയും അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുള്ള കാര്യമുണ്ട്, ഈ സിനിമ കംപ്ലീറ്റ്ലി ലാലേട്ടന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ആണ് എന്നുള്ളത്. കുറേ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് കാണാനും കൂടിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സിനിമകളിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അവിടെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊന്നും കൊണ്ട് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ കണ്ണിന്റെ ഒരു ചലനം കൊണ്ടോ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിറയൽ കൊണ്ട് മുഖത്ത് വരുന്ന ആ കവിളിന്റെ ചെറിയൊരു കുലുക്കം കൊണ്ടൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പലപ്പോഴും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ സിനിമയിലും അത്തരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ജോണർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഫാമിലി ഡ്രാമയാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും എന്നാണ് തരുൺ മൂർത്തി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലെ പ്രത്യേകിച്ച് മഴ നനയലല്ലോ കുട്ടിച്ച, മഴയത്തിനെ നിർത്തിയതല്ലേ പോലെയുള്ള സാധനങ്ങൾ, സതയം സിനിമയിൽ കണ്ടിട്ടുള്ള പോലത്തെ ചില സംഭവങ്ങൾ, അത് കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഫാമിലി ഡ്രാമ എന്നതിനപ്പുറത്തേക്ക് ചില നല്ല ത്രില്ലിംഗ് അല്ലെങ്കിൽ സർപ്രൈസ് മൊമെന്റുകൾ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഉറച്ച ഒരു വിശ്വാസം അതിലേക്ക് കൊടുക്കുന്നില്ല. കാരണം ഡയറക്ടർ തന്നെ പറയുന്നത് ഒരു ഫാമിലി ഡ്രാമ, അതിനപ്പുറത്തേക്കൊന്നും കാണരുത് എന്ന രീതിയിൽ. അപ്പോൾ പ്രത്യേകിച്ച് എന്തായാലും കഥ ചിന്തിച്ചിട്ടില്ല, ഏത് രീതിയിലേക്കും ചിന്തിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവര് തന്നെ ഒരു 1 ലൈൻ തന്നിട്ടുണ്ടല്ലോ, അതായത് ഒരു വീട്ടിലെ നമ്മളെ കുടുംബത്തിലെ അംഗം പോലെ അംബാസഡർകാരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം ആ യാത്രകൾക്കിടയിൽ ഒരു പ്രത്യേക യാത്ര അദ്ദേഹത്തിന് ഒരുപാട് ബാരിയേഴ്സ്, ഒരുപാട് ചലഞ്ച് മറികടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെ അദ്ദേഹം പോകും എന്നുള്ളതാണ് കഥ പറയുന്നത്. അപ്പൊ അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതല്ലാതെ തുടക്കത്തിൽ കുറേ നേരം നല്ലൊരു ഫാമിലി മൂവി കാണുന്ന, ഒരു ഫാമിലി എന്റർടൈനർ കാണുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന സാധനവുമായിരിക്കും. പോരാത്തതിന് ശോഭന ലാലേട്ടൻ കോംബോ, അതല്ലാതെ അവിടെ ഒരു ഫാമിലി ഫോട്ടോസ് ആയിട്ട് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്, കുറേ പോസ്റ്റേഴ്സ്. അതൊക്കെ തന്നിട്ടുള്ള ഒരു സന്തോഷമുണ്ട് കാണുമ്പോൾ. അത് നല്ലൊരു ഫാമിലി മൂവിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ, ലാലേട്ടൻ ഫോൺ വിളിച്ചിരിക്കുന്ന ഒരു സ്ഥലം, അത് കൂടാതെ വണ്ടി കഴുകുമ്പോഴും അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു ഇരുട്ടത്തിൽ നിൽക്കുന്ന സാധനം കാണുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങളും ഇതിലുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. സോ തുടരും എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. വലിയ പ്രതീക്ഷയോടെ കാണാൻ പോകുന്ന സിനിമയാണ്. മഞ്ചേരിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം 10 മണിക്ക് അവിടെ ഉള്ളൂ. ഇവിടെ എല്ലായിടത്തും 11 മണിക്കാണ്. ഒരു 1-1.25 മണിക്കൂറോളം ഇവിടുന്ന് യാത്രയുണ്ട്. സിനിമ കഴിഞ്ഞ് ഒരു പക്ഷേ റിവ്യൂ വരാൻ അല്പം ലേറ്റ് ആയേക്കാം. എന്നാലും കാത്തിരിക്കുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഇനി കംബാക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലാലേട്ടന്റെ വലിയൊരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കും എന്ത് തിരിച്ചുവരവ് വേണ്ട, ലാലേട്ടൻ ഓൾറെഡി തിരിച്ചു വന്നല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് എമ്പുരാൻ പോലെ വലിയ കാസ്റ്റ് ഉള്ള ഒരു സിനിമ ലാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പേര് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉണ്ടല്ലോ എന്ന രീതിയിലേക്ക് പോകും. അതല്ലാതെ വന്ന സിനിമകളാണെങ്കിലും പല എലമെന്റ്സ് അതിലുണ്ടാവും. പക്ഷെ ഇവിടെ തരുൺ മൂർത്തി ഓഫ് കോഴ്സ് ഡയറക്ടറും ശോഭന ഐശ്വര്യയും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ്, അദ്ദേഹം ആ ചെരിഞ്ഞ തോളിൽ താങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഇതൊരു ഡിഫറൻറ്റ് സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ട്. എന്തായാലും കണ്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താം. ഇതൊക്കെയാണ് പ്രതീക്ഷകൾ.